അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടുപേരും റെഡി അല്ലേ? ഓക്കെ. യെസ് അപ്പൊ മാം. ലോയിസ് മാം സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലോയിസ് രാജ്. ഞാനൊരു ട്രെയിനറും ലൈഫ് കോച്ചും ആയിട്ട് വർക്ക് ചെയ്യുന്നു. ട്രെയിനിങ്ങിൽ എൻ്റെ മേഖല കേൾവി പരിമിതിയുള്ള ബധിരരായവർക്ക് വേണ്ടിയിട്ട് ലൈഫ് കോച്ചായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരു കൗൺസിലറാണ്. അതുപോലെ തന്നെ നമ്മുടെ വിംബിൾ അക്കാദമിയുടെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിൻ്റെ 22ാമത്തെ ബാച്ചിലെ ഒരു ആസ്പിറന്റ് കൂടിയാണെന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ നിലവിലുള്ള സ്കില്ലുകളൊന്ന് പോളിഷ് ചെയ്തെടുക്കാനും പിന്നെ നമ്മൾ കുറേ നാളുകളായിട്ട് പഠിച്ച് ശീലിച്ച് പ്രാക്ടീസ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളൊന്ന് അൺലേൺ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഈ ഒരു ലക്ഷ്യത്തിലായിരുന്നു ഞാൻ വിൻബിൾ അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സ് എന്നെ പ്രൊഫഷണലിയും പേഴ്സണലിയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസം തെറ്റിയില്ല. അർച്ചന മാമും ഫൈസൽ സാറും നേതൃത്വം വഹിക്കുന്ന കോഴ്സ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഞങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ സമയത്ത് പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സെഷൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നമ്മുടെ റിസോഴ്സ് പേഴ്സണെ ഞാൻ വെൽക്കം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അഭിരാം പി ആർ സാറാണ് നമുക്ക് ഇന്ന് സെഷൻ എടുക്കുന്നത്. സാറിനെ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടായിരിക്കും. സാർ ഒരു കോർപ്പറേറ്റ് കൊളാബറേറ്ററും അതുപോലെ സിനർജി ട്രെയിനറുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിന്റെ 21ാമത്തെ ബാച്ചിലർ ആസ്പിറന്റ് കൂടിയാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സാറ് ഓൾറെഡി നമ്മുടെ മോർണിംഗ് സർക്കിളിലും ട്രെയിനേഴ്സ് ടോക്കിലെല്ലാം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ സാറിനോട് ഞാൻ ട്രെയിനിങ് എക്സ്പീരിയൻസിനെ പറ്റി ചോദിക്കുകയുണ്ടായി. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അതായത് ഇപ്പോൾ ഉള്ള മിക്ക ആളുകൾക്കും അവരുടെ കഴിവുകളെ പറ്റിയും അഭിരുചിയെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട്. ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മളൊരു ട്രെയിനിങ് സെഷനിൽ എടുത്തു കൊടുത്തു കഴിയുമ്പോഴാണ് പലർക്കും കൃത്യവും വ്യക്തവുമായിട്ട് ആ കാര്യത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയണ്ടായി. അപ്പോൾ സാറിൻ്റെ പല ക്ലാസ്സുകളിലും സാറിന് അങ്ങനെ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയതായിട്ട് വളരെ സന്തോഷത്തോടു കൂടി സാറിനോട് പങ്കുവെച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ സെഷൻ അവസാനിക്കുമ്പോഴും നമുക്കും അതേ ഒരു അനുഭവം ഉണ്ടായിരിക്കും എന്ന് ഞാൻ ആശംസിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. ഒരുപാട് ബഹുമാനത്തോടെ സന്തോഷത്തോടു കൂടി സാറിനെ സെഷന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു ലോയിസ് മാം. താങ്ക് യു. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. ഗുഡ് ഈവനിങ് ആൾ. എൻ്റെ പേര് അഭിരാം. അപ്പോൾ അവിടെ മാം പറഞ്ഞതുപോലെ ഞാൻ ബാച്ച് 21 പ്രൊഫഷണൽ ട്രെയിനിങ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഈ അവസരം തന്ന വിംബിൾ അക്കാഡമി, പ്രിയപ്പെട്ട നമ്മുടെ ഫൈസൽ സാറിനും അർച്ചന മാമിനും എല്ലാം ഞാൻ നന്ദി പറയാണ്. കാരണം ഇതിലേക്ക്, ഈ ഒരു അക്കാഡമിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു ട്രെയിനർ എന്നൊരു പൊട്ടൻഷ്യൽ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതിന് ശേഷം ഈ ക്ലാസ്സും പ്രാക്ടിക്കൽസും എല്ലാം അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ഈ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പം നേരത്തെ ലോയിസ് മാം പറഞ്ഞതുപോലെ തന്നെ പലർക്കും എന്താണെന്നൊരു ക്ലാരിറ്റി ഇല്ല. നമ്മൾ അതിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വിംബിൾ അക്കാഡമിയിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഞാൻ തന്നെയാണ് ഈ അക്കാഡമിയിലൂടെ ആ ഒരു ക്ലാരിറ്റി എന്നിൽ കൊണ്ടുവന്നത്. അതേ ക്ലാരിറ്റിയാണ് ഞാനും ഇതിലുള്ള ട്രെയിനേഴ്സും മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, ഇപ്പം ട്രെയിനർ എന്ന് പറഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. കാരണം അതുപോലെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ ട്രെയിനേഴ്സിനും അത് സാധിക്കുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ആ ഒരു ഗൈഡൻസ്, നമുക്ക് വിംബിളിൽ നിന്ന് കിട്ടിയ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ആ രീതിയിലാണ്. ഇപ്പൊ ഏതൊരു സമയത്തും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ധൈര്യമായി ചോദിക്കാനുള്ള ഫാക്കൽറ്റീസ് ആണ് ഇതിലുള്ളത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനും ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. വിംബിൾ മോർണിംഗ് സർക്കിളിലും ഇതുപോലെ ട്രെയിനേഴ്സ് ടോക്കിലും എല്ലാം ഒരുപാട് സെക്ഷൻസ് എടുക്കാൻ എനിക്ക് സാധിച്ചു. അതിനെല്ലാം എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ അടുത്ത് കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവി പറയാമോ? ഒരു സിനിമ ഏതാണെന്നുള്ളത് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഈ അടുത്ത് കണ്ടത് വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? 2 മൂവി ഇഷ്ടമായി അഭിരാം സർ. പറയൂ മാം, ഏതൊക്കെയാണ്? ഈക്കോ, അതുപോലെ തന്നെ സർവമായ. ഓക്കെ. അതില് മാം ഓർത്തിരിക്കുന്ന കാര്യം എന്താണ്? പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരെയാണ് ഈ മൂവിയെ കുറിച്ച് ഓർക്കുമ്പോൾ? മൂവിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഈക്കോ ആലോചിക്കുമ്പോൾ അതിലെ ലീഡ് കഥാപാത്രത്തെയാണ് ഓർമ്മ വരുന്നത്. ഓക്കെ.
അതെ, നമ്മുടെ ജീവിതവും ഇതുപോലെ ഒരു സിനിമയാണ്. അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയവും. യുവർ ലൈഫ്, യുവർ മൂവി, വാട്ട്സ് യുവർ റോൾ. നിങ്ങളുടെ ജീവിതം എന്ന സിനിമയിൽ എന്താണ് നിങ്ങളുടെ റോൾ? ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്ത് റോളാണ് ഈ ജീവിതം എന്ന സിനിമയിൽ നമ്മൾ അഭിനയിക്കുന്നതെന്ന്? നാം ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കാരണം ഈ സിനിമയെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ നയിക്കും പോലെ ഒരു ലീഡ് റോളാണോ അതോ സപ്പോർട്ടിംഗ് റോളാണോ നമ്മൾ നയിക്കുന്നത് ജീവിതത്തിൽ? സാർ ചോദിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. യെസ്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഭയങ്കര ആവേശമായിട്ടൊക്കെ കാണും. ആ നായകനെയൊക്കെ കാണുമ്പോൾ, ആ എൻട്രി ഒക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ആവേശം കൊള്ളും. പക്ഷെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കാം, നമ്മൾ എന്തിനാണ് ആവേശം കൊള്ളേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ആവേശം കൊള്ളുന്നുണ്ടോ എന്ന കാര്യത്തിൽ. കാരണം സാധാരണ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ അതിൽ പ്രധാനമായും ആരെയാണ് ഓർത്തിരിക്കുന്നത്? മെയിൻ ആയിട്ട് ഒരു സിനിമ കാണുമ്പോൾ ആരെ ഓർത്തിരിക്കുന്നത്? ഹീറോ. കറക്റ്റ്. താങ്ക് യു മാം, താങ്ക് യു. കറക്റ്റ് ആണ് പറഞ്ഞത്. നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ അതിൽ ഹീറോ ആണ് ഓർത്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് വേണ്ട എന്നുള്ളതല്ല, സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് വേണം, എന്നാലേ ആ സിനിമ പൂർണ്ണതയിൽ എത്തത്തുള്ളൂ. പക്ഷെ അതിൽ ലീഡ് ആക്ടർ, മെയിൻ ആക്ടറാണ് ആ സിനിമയെ മെയിൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പോ നമ്മുടെ ജീവിതം എന്ന സിനിമയിൽ ആരാണ് നയിക്കുന്നത്? നമ്മളാണോ നയിക്കുന്നത്? നമ്മുടെ ജീവിതം എന്ന സിനിമയെ നമ്മളാണോ നയിക്കുന്നത് അതോ മറ്റുള്ളവരാണോ നയിക്കുന്നത്? അതൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? പലരും ജീവിതത്തിൽ ഒരു സപ്പോർട്ടിംഗ് റോളാണ് ഏറ്റെടുക്കുന്നത്. മോസ്റ്റ് പീപ്പിൾ ലീവ് ആസ് സപ്പോർട്ടിംഗ് റോൾസ്, സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഇൻ ദർ ലൈഫ്. വൈ? എന്തുകൊണ്ട്? അതിന് പ്രധാനമായും 5 കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഫിയർ, പേടി. നമുക്കിതിനാവുമോ, ഇത് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹമാണ്, പല പുതിയ കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹമാണ്. പക്ഷെ പേടിയാണ്, അത് തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ അത് കണ്ട് ആരെങ്കിലും നമ്മളെ കളിയാക്കുമോ, പിന്നെ നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു പേടിയാണ്. അതാണ് ആദ്യം ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഫാക്ടർ ഈസ് ഫിയർ, പേടി. ഇനി രണ്ടാമത്തെ കാരണം കംഫർട്ട് സോണാണ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് കംഫർട്ട് സോണിന് പുറത്ത് കടക്കൂ, നിങ്ങൾ കംഫർട്ട് സോണിന് പുറത്ത് കടന്നാലേ നിങ്ങൾക്ക് വിജയിക്കാനാവൂ എന്നൊക്കെ. അറിയാവുന്ന വേദന അറിയാത്ത വളർച്ചയേക്കാൾ സുരക്ഷിതമാണ് എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളല്ല. കാരണം നമുക്ക് ആൾറെഡി ഈ ഒരു ലൈഫിൽ സ്ഥിരമായിട്ട് ഇത്രയും വർഷം ജീവിച്ചു വന്നതുകൊണ്ട് ആൾറെഡി നമുക്ക് കുറച്ച് വേദന ഉണ്ട്, കുറച്ച് എക്സ്പീരിയൻസസ്, ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ട്, ഗുഡ് എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ശീലിച്ചത് കാരണം നമ്മളും നമ്മളെ ബ്രെയിനും അത് വെച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം ഇനി പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുതിയ പ്രശ്നങ്ങൾ കടന്നു വരാം, പുതിയ പ്രതിസന്ധികൾ കടന്നു വരാം. അപ്പൊ നമുക്കതൊന്നും തരണം ചെയ്യാൻ സാധിക്കുമോ? ഇല്ലയോ? അതുകൊണ്ട് നമുക്കൊരു ഈ ലൈഫ് മതി, സ്ഥിരമായിട്ട് ഇപ്പോ സേഫ് ആയിട്ട് പോയല്ലേ, സേഫ് സോൺ. നമ്മളിപ്പോ സേഫ് ആയിട്ട് പോവാണ്, അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് സേഫ് ആയിട്ട് പോയാൽ മതി എന്നൊരു നമ്മുടെ ഡിസിഷനാണ് അതിന്റെ രണ്ടാമത്തെ കാരണം, കംഫർട്ട് സോൺ. അടുത്ത മൂന്നാമതായി പറയുന്നത് പീപ്പിൾ പ്ലീസിങ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി ശ്രമിക്കുന്നത്, മറ്റുള്ളവരുടെ താളത്തിനൊത്ത് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മൾ അവരുടെ ആരോ ആണ് എന്ന് കാണിക്കാനായിട്ട് അവരുടെ മുമ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് നമ്മൾ ആരോ ആണ് എന്ന് നമുക്കവരെ കാണിക്കണം. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവർ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നു, അവരെന്തിനു വിളിച്ചാലും കൂടെ പോകുന്നു. നോ എന്ന് പറയാതെ യെസ് ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞ് കൂടെ അങ്ങ് പോകുന്നു. അതാണ് മൂന്നാമത്തെ കേസ്, പീപ്പിൾ പ്ലീസിങ്, ആൾക്കാരെ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അടുത്ത നാലാമതായി ഇതിന് പറയുന്ന കാരണം പാസ്റ്റ് മെമ്മറീസ്, പഴയ പരാജയ ഭീതി. കാരണം പണ്ടെങ്ങോ നമ്മളൊരു കാര്യം ചെയ്തു, അപ്പൊ നടന്നില്ല, അത് നമ്മളെ കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് നമ്മൾ ഇന്നും വിശ്വസിക്കുന്നു നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ഇന്നും ആരെങ്കിലും ആ കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പറയും, ഓ ഇത് പണ്ട് ഞാൻ ചെയ്തു, പക്ഷെ എന്തോ നടന്നില്ല, അത് ശരിയായില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇപ്പൊ ഒന്ന് ശ്രമിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പൊ അന്നത്തെ സ്ഥിതി അല്ലല്ലോ ഇന്ന്. ഇപ്പൊ ചിലപ്പോൾ നടക്കാം, ഒന്ന് ശ്രമിക്കുന്നതിൽ തെറ്റില്ല എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. പണ്ട് ചെയ്തു, തോറ്റുപോയി, അതുകൊണ്ട് ഇനി ജീവിതം മുഴുക്കെ അങ്ങനെ തന്നെയായിരിക്കും, അതുകൊണ്ട് നമ്മളൊന്നും ഇതിനില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രവണത. അതാണ് നാലാമത്തെ ഫാക്ടർ, പാസ്റ്റ് മെമ്മറീസ്, ലിവിങ് ഇൻ പാസ്റ്റ് മെമ്മറീസ്. അടുത്ത അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത്
വളരെ പ്രധാനമാണ്. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാ, നമ്മളെല്ലാവരും അനുഭവിക്കുന്നതും കൂടെ. സൊസൈറ്റി സ്ക്രിപ്റ്റ്, സൊസൈറ്റി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതനുസരിച്ച് ജീവിക്കുന്നു. പഠനം കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പിന്നെ മക്കളായി, മക്കളുടെ കല്യാണം, പഠനം, അത് കഴിഞ്ഞ് അവസാനം റിട്ടയർമെന്റ്. ഇത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്ത് നമ്മുടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഇതേ സ്ക്രിപ്റ്റ് ചെയ്ത് ഫോളോ ചെയ്ത് ജീവിച്ചു വന്നു. നമ്മളും ആ രീതിയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ജീവിക്കാൻ ഫോഴ്സ് ചെയ്യുന്നു നമ്മളെ, ഈ രീതിയിൽ ജീവിക്കണം. സൊസൈറ്റി അതാണ് പറയുന്നത്. നിങ്ങൾ പഠിക്കൂ, ഒരു ജോലി നേടും, ജോലി കഴിഞ്ഞ് കല്യാണം കഴിക്കും, അത് കഴിഞ്ഞ് മക്കളായി, മക്കളുടെ പഠനം, കല്യാണം, കാര്യങ്ങൾ നോക്കൂ, പിന്നെ റിട്ടയർമെന്റ്, ജീവിതം തീർന്നു. ഇതാണ് ജീവിതം എന്നാണ് സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 5 കാരണങ്ങളിൽ ഏത് കാരണമാണ് നിങ്ങളെ പിടിച്ച് നിർത്തുന്നത് എന്ന് പറയാമോ? ഈ 5 കാരണങ്ങളിൽ ഏതിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പിറകിലോട്ട് പിടിച്ച് നിർത്തുന്നത്? ഒന്ന് ചിന്തിച്ചാൽ മതി. ഇതിൽ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളിൽ നമ്മൾ ട്രാപ്ഡ് ആയിട്ട് കിടക്കണമെന്നായിരിക്കും. ട്രാപ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഈ കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ. ഈ സൊസൈറ്റി സ്ക്രിപ്റ്റ് ആവാം, അല്ലെങ്കിൽ പേടിയാവാം, അല്ലെങ്കിൽ പാസ്റ്റ് മെമ്മറീസ്, പഴയ പരാജയ ഭീതിയാവാം, അല്ലെങ്കിൽ ആൾക്കാരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നതാവാം. അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ, എൻ്റെ അടക്കം ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന സംഭവം തന്നെയാണ് ഈ പറയുന്നതല്ല. സപ്പോർട്ടിംഗ് റോൾ ഈസ് നോട്ട് ആൻ ആക്സിഡന്റ്, ഇറ്റ് ഈസ് എ ചോയ്സ്. ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങളുടെ ചോയ്സ് ആണ് ജീവിതത്തിൽ സപ്പോർട്ടിംഗ് റോൾ ആവണോ അതോ ലീഡിംഗ് റോൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. അല്ലാതെ ഒരു ആക്സിഡന്റലി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതല്ല ഈ റോൾ എന്ന് പറയുന്നത്. ഒരു സിനിമ എടുത്ത് നോക്കിയാൽ ആ സിനിമയിൽ കൂടുതൽ ഉത്തരവാദിത്വം അല്ലെങ്കിൽ മെയിൻ റെസ്പോൺസിബിലിറ്റി ഉള്ളത് സംവിധായകനും പ്രധാന നടനുമാണ്, അല്ലേ? അതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന സിനിമയിലെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സംവിധായകനും പ്രധാന നടനും എന്നുള്ളതാണ്. നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്ന സിനിമയുടെ പ്രധാന നടനും സംവിധായകനും. കാരണം സംവിധായകൻ അറിയാമല്ലോ കഥ എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണമെന്ന് സംവിധായകൻ നിശ്ചയിക്കും, അതിനനുസരിച്ച് സീൻ ഉണ്ടാക്കും. പ്രധാന നടൻ എന്ത് ചെയ്യും? പ്രധാന നടൻ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഈ സീൻ അനുസരിച്ച് അഭിനയിക്കുന്നു. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് ചെയ്യേണ്ടത് മെയിനായിട്ടും. അല്ലാതെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരല്ല ലീഡ് ആക്ടർ, നമ്മൾ സപ്പോർട്ടിങ് ആക്ടറായിട്ട് അവർ കൂടെ നിൽക്കുകയല്ല വേണ്ടത്. കാരണം നമുക്കിത് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമുക്ക് വാത്സല്യം എന്ന സിനിമ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, മമ്മൂട്ടിയുടെ വാത്സല്യം. പണ്ടത്തെ ഒരു സിനിമയാണ്, പഴയൊരു സിനിമയാണ് വാത്സല്യം. അതില് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മമ്മൂട്ടിയാണ് തുടക്കത്തിലെ മമ്മൂട്ടി താനാണ് എല്ലാവർക്കും നാഥൻ, താനുണ്ടെങ്കിലേ എല്ലാവർക്കും നിലനിൽപ്പുള്ളൂ എന്നൊരു രീതിയിലാണ് ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി കൃഷി ചെയ്തും മറ്റു കാര്യങ്ങൾ ചെയ്തും ഒക്കെ ജീവിക്കുന്നു. അതിൽ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ അച്ഛൻ പണ്ട് കടം കയറി വീട് ജപ്തിക്ക് വന്നപ്പോൾ മമ്മൂട്ടി കൃഷിക്ക് ഇറങ്ങി കൃഷി ചെയ്താണ് ആ കടം വീട്ടി സഹോദരങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മമ്മൂട്ടി ഒരു ലീഡ് ആക്ടർ, അതിൽ ലീഡ് ആക്ടറായിട്ട് കാണിക്കുന്നു, കഥയിൽ ലീഡ് ആക്ടറാണ്. ബട്ട് മമ്മൂട്ടി ആ സിനിമയിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ക്ലൈമാക്സിൽ മമ്മൂട്ടി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, താൻ ഇതുവരെ ആർക്കും ഒന്നും അല്ലായിരുന്നു. കാരണം താൻ അതുവരെ ഉണ്ടാക്കിയതും ആ വീടും ആ താമസിക്കുന്ന വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു മമ്മൂട്ടിക്ക് അതില്. അപ്പം ആ ക്ലൈമാക്സിൽ മമ്മൂട്ടി തിരിച്ചറിയുന്നുണ്ട് താനൊരു സപ്പോർട്ടിങ് ആക്ടർ ആയിരുന്നു ആ വീട്ടിൽ മറ്റുള്ളവർക്ക്. ലാസ്റ്റ് ക്ലൈമാക്സിൽ മാറി ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്ത് വന്നപ്പോഴാണ് ആ ലീഡ് ആക്ടറിന്റെ റോൾ തുടങ്ങുന്നത് തന്നെ മമ്മൂട്ടിയുടെ. സത്യമില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ലേ അന്ന് കണ്ടപ്പോ, ആ സിനിമ കണ്ടപ്പോ? പറയാമോ? അതെ സർ, അത് ഓർമ്മയുണ്ട് ആ സീനൊക്കെ, ലാസ്റ്റ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രംഗമൊക്കെ. അതുവരെ കാരണം ആ സിനിമ തുടക്കുന്നത് ഒരു ഫസ്റ്റ് ഇന്റർവ്യൂവിലൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം മമ്മൂട്ടിയാണ് ലീഡ് ആക്ടർ, മമ്മൂട്ടി ഉണ്ടെങ്കിലേ ബാക്കിയുള്ളവർക്ക് നിലനിൽപ്പുള്ളൂ എന്നൊക്കെ ഒരു രീതിയിൽ പോകും. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അവസാനത്തേക്ക് വരുമ്പോൾ പ്രശ്നങ്ങളാവും, അടിയാവും. പിന്നീട് അപ്പോഴാണ് മമ്മൂട്ടിക്ക് തന്നെ മനസ്സിലാവുന്നത് താൻ വെറും ഒരു സപ്പോർട്ടിങ് ആക്ടർ മാത്രം, അല്ലെങ്കിൽ സപ്പോർട്ടിങ് റോളേ തനിക്ക് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, ലീഡ് റോളെ അല്ല ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ മാറി താമസിക്കുക. ആ ക്ലൈമാക്സിൽ മമ്മൂട്ടി
ആ വീട് മാറുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ലീഡ് റോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെയാണ് നമുക്ക് ഈ സിനിമ വേറൊരു രീതിയിൽ ചിന്തിച്ചാല് ഈ അമീർ ഖാന്റെ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അമീർ ഖാന്റെ PK എന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, PK. അതിൽ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ പല ബിലീഫിനും മാറ്റം കൊണ്ട് വരുന്നുണ്ട് ആ സിനിമയൊക്കെ. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഗോഡ് അസിസ്റ്റ് ഓർ നോട്ട് എന്ന് പല കാലം കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം, ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ആ സിനിമ ഒരു നല്ല ഫണ്ണി രീതിയിലൊക്കെയാണ് അത് കാണിക്കുന്നത്. വലിയ ഫലിതമായിട്ടുള്ള രീതിയിൽ ദൈവത്തെ തേടി പോകുന്നതും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്നതും അവിടെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നതും അമീർ ഖാൻ. അപ്പോൾ അതില് അവരൊരു നല്ല മെസ്സേജ് അതിൽ കൺവേ ചെയ്യുന്നുണ്ട്. അമീർ ഖാന്റെ പല മൂവീസിലും അങ്ങനെയുണ്ട്. കാരണം PK ഉണ്ട്, 3 Idiots ഉണ്ട്. 3 Idiotsൽ എന്താ പറയുന്നത്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പോരായ്മകളെ കുറിച്ച് അതിൽ പറയുന്നത് 3 Idiotsൽ. എങ്ങനെ പഠിക്കണം, കുട്ടികൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ദങ്കൽ, അതൊക്കെ വുമൺ എംപവർമെന്റിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ മൂവീസ് എന്താ ചെയ്യുന്നത്? അതിൽ വന്നിട്ട് നമ്മളെ ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. കാരണം അമീർ ഖാൻ ലീഡ് ആക്ടർ ആയിക്കൊണ്ട് ആ ഫിലിമില് ബാക്കിയുള്ളവരെ ചിന്തിപ്പിക്കുകയാണ്. കാരണം ഈ അതില് ഡസ് ഗോഡ് ഓർ അസിസ്റ്റ് ഓർ നോട്ട് എന്നതിൽ പലർക്കും ഒരു ഉത്തരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ വേറൊരു തരത്തിൽ നമ്മുടെ ജീവിതം എന്ന സിനിമയും ഇതുപോലെ ആവണം. നമ്മളെ കൂടെയുള്ളവർക്കും പുറമെ നിന്ന് കാണുന്നവർക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ഫീൽ ചെയ്യണം. അവരെ കൊണ്ട് ചിന്തിക്കാൻ പറ്റണം, ഇദ്ദേഹം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ ആവാമല്ലോ എന്നൊക്കെ ഒന്ന് ചിന്തിപ്പിക്കാനുള്ള എന്ത് പറയുക ഒരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് നമ്മളിപ്പോൾ സപ്പോർട്ടിങ് റോളിനെ കുറിച്ചാണ് സംസാരിച്ചത്. നമ്മൾ സപ്പോർട്ടിങ് റോളിലാണ് ജീവിതത്തിൽ. അത് പലർക്കും മനസ്സിലായ കാര്യമാണ്. നമ്മളെല്ലാവരും സപ്പോർട്ടിങ് റോളിലാണ് ജീവിതത്തിലുള്ളത്. അതെങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. അപ്പോൾ സപ്പോർട്ടിങ് റോൾ 3 കാര്യങ്ങളാണ്: ബിലീഫ്, ആക്ഷൻ, റിസൾട്ട്. അപ്പൊ നമുക്ക് ബിലീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചിന്തയുണ്ട്, നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സപ്പോർട്ടിങ് റോളിൽ ഇരിക്കുന്നത്? കാരണം നമ്മൾ വിചാരിക്കുന്നു നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. ഇപ്പോ നമ്മുടെ കൂടെയുള്ള നമ്മളെ ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ മാനേജർ, ഇവർക്കൊക്കെ നമ്മളെക്കാളും വലിയ കഴിവുകളുണ്ട്. അപ്പൊ അവരെന്ത് പറയുന്നു അതുപോലെ ചെയ്യുക, അല്ലാതെ നമുക്ക് വേറെ ചെയ്യാനായിട്ട് വേറെ കഴിവൊന്നുമില്ല. എനിക്കിതിന് സാധിക്കില്ല എന്നുള്ള ഒരു ബിലീഫാണ് നമുക്കുള്ളത്. ആ ബിലീഫിൽ നിന്ന്, എനിക്കിത് സാധിക്കില്ല എന്നൊരു ബിലീഫിൽ നിന്ന് എനിക്കിത് ചെയ്യാൻ സാധിക്കും, ഞാനിത് ചെയ്യും, ഞാനിത് ചെയ്തേ പറ്റൂ, എനിക്കിത് സാധിക്കും എന്നൊരു ബിലീഫിലേക്ക് മാറണം. അതാണ് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ ബിലീഫ് മാറ്റണം. നമ്മളെ ബിലീഫ് നമ്മൾ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബ്രെയിന് നമ്മൾ പറയുന്ന കാര്യത്തിൽ ലോജിക് അല്ല നോക്കുന്നത്, അത് എന്ത് പറയുന്നു എന്നാണ് നോക്കുന്നത്. അപ്പം നമ്മളൊരു കാര്യം പറ്റില്ല, സാധിക്കില്ല എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു വന്നാൽ ബ്രെയിൻ അത് വിശ്വസിക്കും. ബ്രെയിൻ അത് തന്നെ പറയാം, എന്നാ പറ്റത്തില്ല. പക്ഷെ തിരിച്ചായാലും സംഭവിക്കും. നമ്മൾ ബ്രെയിൻ്റെ അടുത്ത് എനിക്കിത് സാധിക്കും, എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാനിത് ചെയ്യും, ഞാനിത് എന്തായാലും ചെയ്യും, ഇന്ന സമയത്തിനുള്ളിൽ ചെയ്യും എന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുത്താലേ ബ്രെയിൻ അത് തന്നെ വിശ്വസിക്കും. അടുത്ത് വരുന്നത് ആക്ഷൻസ് ആണ്. നമ്മൾ ഈ പറയുന്ന കാര്യം പ്രവർത്തികളിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത്, എന്താണോ നിങ്ങൾക്ക് ആവേണ്ടത്, അത് ചെയ്തു തുടങ്ങും. അതിൽ ഒരു എക്സ്ക്യൂസസും പാടില്ല. ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്തു തുടങ്ങുക. എക്സ്ക്യൂസസ് പലതും കാണും, പക്ഷെ വിജയിക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ, അത് ചെയ്യണം, ചെയ്തു തന്നെ മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ ആക്ഷൻസിൽ വരുന്നത്. അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബിലീഫും ആക്ഷൻസും അലൈൻഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാലേ റിസൾട്ട് തനിയെ വന്നോളും. കാരണം ഈ ബിലീഫിനെയും ആക്ഷൻസിനെയും ബേസ് ചെയ്താണ് റിസൾട്ട് ഇരിക്കുന്നത്. ഇത് രണ്ടും പക്കയായിട്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് അതിന് പിറകെയായിട്ട് ഉറപ്പായിട്ടും വരും. ഇനി അടുത്ത് ലീഡ് റോൾ, ആക്ഷൻ ആൻഡ് കറേജ്. ഈ ലീഡ് റോൾ അല്ലെങ്കിൽ ലീഡ് ആക്ടർ എന്ന് പറയുന്നത് കഴിവുകൊണ്ട് മാത്രം ആവുന്നതല്ല. നമുക്ക് പല സിനിമകളിൽ നോക്കിയാൽ അറിയാം, ആ നായകൻ അല്ലെങ്കിൽ ആ ഹീറോയിൻ അതിൽ ഭയങ്കര ധൈര്യശാലിയായിരിക്കും. കഴിവ് മാത്രമല്ല അതിൽ കാണിക്കുന്നത്, അവരുടെ ഒരു പ്രശ്നം വന്നാൽ അവരെങ്ങനെ അത് പരിഹരിക്കുന്നു, എങ്ങനെ ആ പ്രതിസന്ധി തരണം ചെയ്യുന്നു എന്നൊക്കെയാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ധൈര്യശാലികളായിരിക്കണം. അപ്പൊ ഈ ലീഡ് ആക്ടർ അല്ലെങ്കിൽ ലീഡ് റോളിന്റെ ഹാബിറ്റ്സ്, സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്.
ജീവിതത്തിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കണം. ഇപ്പൊ നമ്മൾ ഈ സപ്പോർട്ടിംഗ് റോളിൽ നിൽക്കുന്നതിന്റെ മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞാലേ, നമ്മൾ മറ്റുള്ളവരെ കേട്ടാണ് ജീവിക്കുന്നത്. കാരണം മറ്റുള്ളവർ പറയും ഇത് ചെയ്യൂ, അത് ചെയ്യൂ, നീ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ഇതുപോലെ ചെയ്യും. അപ്പൊ നമ്മൾ അതിനു വേണ്ടി കാതോർത്തിരിക്കുക, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് കേൾക്കാനായിട്ട്. പറയൂ. അപ്പൊ അവര് പറയുന്നു, നമ്മൾ ചെയ്യുന്നു. അല്ല, നമുക്കെന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ തീരുമാനിക്കണം നമുക്ക് എന്ത് ചെയ്യണം, എന്താവണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ തീരുമാനമെടുത്ത് നമ്മുടെ ഇഷ്ടത്തോട്ട് ചെയ്തു തുടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവൂ. സോ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുക, മാറ്റങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിൽ ഉണ്ടാവും. അടുത്ത് പറയുന്നത്, ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഡിസിഷൻ മേക്കിംഗ്, ഇനി പറയുന്നത് സേ നോ വിത്തൗട്ട് ഗിൽറ്റി. ജീവിതത്തിൽ നമ്മൾ മിക്കവാറും യെസ് ആണ് പറയുന്നത് എല്ലാവരോടും. നമ്മളോട് ഒരാൾ വന്നിട്ട് ഒരു കാര്യം ചെയ്യാമോ, ഇന്ന ഒരു കാര്യം ചെയ്യാമോ, ഓ യെസ് ചെയ്യാം. അടുത്തുള്ളൊരു മാമൻ, അദ്ദേഹത്തിന് ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ മോനെ ഒരു സാധനം അപ്പുറത്തൊന്ന് മേടിച്ചുകൊണ്ട് വരാം, ഓ ചെയ്യാം. അദ്ദേഹത്തിന് നടന്നു വാങ്ങാനുള്ളതേ ഉള്ളൂ, പക്ഷെ ചെയ്യത്തില്ല. നമ്മളടുത്ത് പറയും ഒന്ന് മേടിച്ചുകൊണ്ട് വരും, ഓ ചെയ്യാം. എല്ലാത്തിനും എസ് 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 പറഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെ ആയിത്തീരുന്നു. പിന്നെ നോ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിച്ചാൽ, മോശം വിചാരിച്ചാൽ. സേ നോ വിത്തൗട്ട് ഗിൽറ്റി ഈസ് ഈക്വൽ ടു സേയിങ് യെസ് ടു യുവർ സെൽഫ് ഹോണസ്റ്റ്ലി. നിങ്ങൾ കുറ്റബോധമില്ലാതെ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ആത്മാർത്ഥമായി യെസ് ഐ ക്യാൻ എന്ന് പറയുന്നതിന് തുല്യമാണ്. അങ്ങനെ ഇന്ന് മുതൽ ശീലിച്ചു തുടങ്ങും. നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഇപ്പൊ ഒരാളോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓപ്പണായിട്ട് പറയും, നോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് നിങ്ങൾക്ക് സമയം കൊടുക്കുക. യു ആർ സേയിങ് യെസ് ടു യുവർ സെൽഫ് ഹോണസ്റ്റ്ലി. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാണ് യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. അടുത്ത മൂന്നാമത്തത് ഗ്രോത്ത് ഓവർ അപ്രൂവൽ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കയ്യടികൾക്ക് വേണ്ടി കാത്തു നിൽക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ കാത്തു നിൽക്കും. ഫോർ എക്സാമ്പിൾ, ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇടും. നമ്മളവിടെ എന്താ ശ്രദ്ധിക്കുന്നത്? നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ആരൊക്കെ ലൈക്ക് ചെയ്യുന്നു, ആരൊക്കെ അതിൽ കമന്റ് ചെയ്യുന്നു, എന്താണ് കമന്റ്. ഇപ്പൊ കമന്റ് ഒരു നെഗറ്റീവ് കമന്റ് ആണെങ്കിൽ പിന്നെ അതിന്റെ പിറകെ തൂങ്ങിക്കണം. ഇത് നെഗറ്റീവ് അടിച്ചു, മോശമായി, പിന്നെ നമ്മൾ അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യും, നമ്മുടെ ഈ ഫോട്ടോ മോശമായി, ഞാൻ ഈ ഫോട്ടോ ഇട്ടത് ശരിയായില്ല. ഇങ്ങനെ പല സംഭവമുണ്ട്. ഇപ്പം വാട്സാപ്പിൽ ഒരു വോയിസ് ഇടുന്നതാകാം. വോയിസ് ഇടുമ്പോൾ ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞ, ഇല്ലെങ്കിൽ ഒരു ലൈക്ക് കിട്ടിയില്ല, ഒരു കമന്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് പിന്നെ വിഷമമാണോ, അയ്യോ അത് ചെയ്തത് മോശമായി പോയോ, അതുകൊണ്ടാണോ അവർ പറയാത്തത്, ഞാൻ ചെയ്തത് ഇത്രയ്ക്ക് മോശമാണ്, എന്നാ പിന്നെ ഞാനിനി ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിക്കും. ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഫോക്കസ് ഓൺ യുവർ ഗ്രോത്ത്. നിങ്ങളുടെ വളർച്ചയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം നല്ലതായി എന്ന് നോക്കാം. ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം നല്ലതായി, എത്രത്തോളം നല്ലതാക്കാം എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമന്റ് ചെയ്യുന്നുണ്ടോ, എന്തിനാന്ന് പറഞ്ഞ കൊല്ലാത്ത. അടുത്ത നാലാമത് പറയുന്നത് ഡെയിലി ഡിസിപ്ലിൻ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ മോട്ടിവേഷൻ. നമുക്ക് ഇത് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. ഒരു മോട്ടിവേഷൻ കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോ അതങ്ങ് ചെയ്തു തീർത്തേനെ. ഒരു കാര്യം മനസ്സിലാക്കണം, സത്യം പറഞ്ഞ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞ അപകടം പിടിച്ച ഒരു സാധനം. കാരണം എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷണൽ കോട്ടോ എന്തെങ്കിലും കേൾക്കുമ്പം നമുക്ക് കുറച്ച് സമയത്തേക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു ഫീലിംഗ് ആയി മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല. അത് ഈ പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ട്രെയിനിങ്ങിന് പോവാണ്, മോട്ടിവേഷണൽ ട്രെയിനിങ് ക്ലാസ്സിന് പോവാണ്. ആ ട്രെയിനിങ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഞാനിത് ചെയ്യും, അത് ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ഒക്കെ. അവിടെ നമ്മൾ പ്ലാനിങ് ഒക്കെ ചെയ്യും ഭയങ്കരമായിട്ട്. പക്ഷെ ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വെളിയിറങ്ങുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ അങ്ങ് പോകും. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഇതൊക്കെ ആർക്ക് വേണോ പറയാമല്ലോ, എപ്പോഴും വേണോ പറയാമല്ലോ. അല്ലെങ്കിൽ വിചാരിക്കും നാളെ ചെയ്യാം, ഞാൻ ഇനിയിപ്പം തിരക്കിലാണ്, കുറച്ച് തിരക്കിലാണ്, അപ്പം നമുക്ക് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. ഇങ്ങനെ നീണ്ടു പോകും ദിവസം. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ, ഇത് 4 ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന, ഇപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുക, അതുപോലെ മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി കാത്തു നിൽക്കാതിരിക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നാൽ, ഞാൻ ഒരു ദിവസം ഭയങ്കരമായിട്ട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങളിപ്പം അത് കേൾക്കുമ്പോൾ വിചാരിക്കും, ഇത് നാളെ ഇതൊക്കെ ചെയ്തു തുടങ്ങുന്നത് ഭയങ്കര
പാടാണല്ലോ. ഈ ജോലി തിരക്കിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഈ 1% റൂൾ കേട്ടിട്ടില്ല? 1%. നിങ്ങൾ ഡെയിലി ഈ പറഞ്ഞതിൽ 1% ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നാൽ മതി. ഡെയിലി 1%, ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ്. അപ്പൊ രാവിലെ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ പോകണമെങ്കിൽ രാവിലെ ആ റണ്ണിങ് ഷൂസ് ഒക്കെ എടുത്ത് നിങ്ങളുടെ കണ്ണിന്റെ ഇത് നോക്കിയാൽ കാണുന്ന ദൂരത്ത് വയ്ക്കുക. അപ്പൊ രാവിലെ ഇരിക്കുമ്പം പെട്ടെന്ന് മനസ്സിലേക്ക് വരും, ഇന്ന് ഓടാൻ പോകണം, ഇന്നലെ തീരുമാനിച്ചതാണ്. കൂടുതൽ ഓടണമെന്ന് പറയുന്നില്ല, വേണമെങ്കിൽ കുറച്ചൊരു ഒരു ആദ്യത്തെ ദിവസം ഒരു 200 മീറ്റർ 500 മീറ്റർ ഓടി തിരിച്ചു വന്നു. ഓരോ ദിവസം വെച്ച് കൂട്ടിയാൽ മതി. ഓരോ ദിവസം 500 മീറ്റർ ആണെങ്കിൽ പിറ്റേ ദിവസം 700 മീറ്റർ പോകും. പിന്നെ അത് ഒരു കിലോമീറ്റർ, പതുക്കെ 1 കിലോമീറ്റർ. നിങ്ങൾ ഗ്രാജുവലി അതിലേക്ക് ഒരു ഇൻക്രീസ് കൊണ്ടുവന്നാൽ മാത്രം മതി. അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് എല്ലാം കൂടെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ചട്ടമ്പി നാടെന്ന സിനിമയുണ്ട്. അതില് സുരാജ് നമ്മുടെ മമ്മൂട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? അതിന് പകരം മമ്മൂട്ടിയോട് സ്വരാജ് ചോദിക്കണം, നമ്മൾ ഇനി ഇത് ചെയ്യും മല്ലയ്യ, ഇതാണ് ചെയ്യുന്നത് മല്ലയ്യ എന്ന് മമ്മൂട്ടിയോട് സ്വരാജ് പറയണം. മമ്മൂട്ടിയെ ഒരു സപ്പോർട്ടിങ് റോൾ ആക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ജീവിതത്തിൽ മുന്നേറാൻ. നമ്മൾ ഇതുവരെ സപ്പോർട്ടിങ് റോൾ ആയിരുന്നിരിക്കും, ഇനി മുതൽ നമ്മളായിരിക്കണം ലീഡ് റോൾ. മറ്റുള്ളവർ നമ്മൾ ഇനി ഇത് ചെയ്യാൻ പോകുന്നു, ഇത് ചെയ്യാം എന്ന് നമ്മളോട് പറയുന്നത് പകരം നമ്മൾ പറയാം, നമ്മൾ ഇന്ന് ഇതാണ് ചെയ്യാൻ പോകണം, നമുക്ക് ഇത് ചെയ്യാം. അവിടെ നമ്മളാണ് ലീഡ് ആക്ടർ, മെയിൻ ലീഡിങ് ആക്ടർ. അപ്പൊ നിങ്ങൾ ഈ സപ്പോർട്ടിങ് റോളിൽ നിന്ന് മെയിൻ ലീഡിങ് ആക്ടറിലോട്ട് എന്തായാലും പറഞ്ഞു. പിന്നെ ഞാൻ ഒരു സത്യം പറയാൻ പോവുകയാണ്. ചിലപ്പോൾ നിങ്ങളെ എല്ലാം വിഷമിപ്പിക്കാം, എന്നാലും പറയാതിരിക്കാൻ വയ്യ. ജീവിതത്തിൽ റിഹേഴ്സൽ ഇല്ല. നമുക്ക് സിനിമ ആണെങ്കിൽ ഇപ്പൊ സിനിമ ഷൂട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ റീടേക്ക് എടുക്കാം, റിഹേഴ്സൽ എടുക്കാം. അപ്പം ആക്ടറിന് വേണമെങ്കിൽ റിഹേഴ്സൽ ഒക്കെ എടുക്കാം. സിനിമയിൽ അതൊക്കെ പോസിബിൾ ആണ്. ബട്ട് ജീവിതത്തിൽ റിഹേഴ്സലും ഇല്ല, റീടേക്കും ഇല്ല. അതിപ്പോ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ പോലും ക്യാമറ റോളിംഗ് ആണ്, സീൻ റെക്കോർഡിംഗ് ആണ്. സൂം റെക്കോർഡിംഗ് അല്ല, സീൻ റെക്കോർഡിംഗ് ആണ്. നമ്മുടെ ജീവിതത്തിന്റെ ഈ സീൻ റെക്കോർഡിംഗ് ആണ്. നമ്മുടെ പ്രേക്ഷകർ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന സിനിമ കാണുന്ന പ്രേക്ഷകർ ഓർക്കുന്നത് നമ്മുടെ പരാജയങ്ങളെയോ വിജയങ്ങളെയോ ഒന്നുമല്ല, നമ്മളെ പേടികളോ ഒന്നുമല്ല. നമ്മൾ വിചാരിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ പരാജയങ്ങളെ കണ്ടാൽ നമുക്ക് നാണക്കേടാണ്. ചിലപ്പോൾ വിജയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ആർപ്പ് വിളിക്കും. നമ്മൾ പേടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്, ഈ നമ്മൾ പേടിക്കുന്നത് എന്താ കഴിഞ്ഞാൽ അവർ അയ്യേ ഇത്രയേ ഉള്ളൂ എന്നൊരു എക്സ്പ്രഷൻ വരും. ഒന്നുമല്ല, ഇതൊക്കെ തെറ്റായ ചിന്തകൾ മാത്രമാണ്. മറ്റുള്ള പ്രേക്ഷകർ ഓർമ്മിക്കുന്നത് നമ്മുടെ ജീവിതം എന്ന സിനിമ വഴി അവരിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ്, ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് അവർ മൂവി. നമ്മുടെ ജീവിതം എന്ന സിനിമയിൽ നമ്മൾ കൂടെയുള്ളവർക്കും പുറമേ നിന്ന് നമ്മുടെ ജീവിതം കാണുന്നവർക്കും നമ്മൾ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറി മറിയാം. ഒരു പക്ഷെ അവർ ചിന്തിക്കാം. നേരത്തെ അമീർ ഖാന്റെ മൂവിയുടെ കാര്യം പറഞ്ഞതുപോലെ, ഈ PK പോലുള്ള മൂവി കാണുമ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ, ശരിയാണ്, ഈ പറയുന്നത് ശരിയാണ്. നമ്മുടെ ചിന്തകളിൽ ഒരു മാറ്റം കൊണ്ടുവരാം. അതാണ് മറ്റുള്ളവർ എപ്പോഴും ഓർമ്മിക്കുന്നത്. ഇയാള് ചെയ്യുന്നത് ശരിയാണ്. അപ്പൊ നമ്മളെ കണ്ടിട്ട് ഇദ്ദേഹം ചെയ്തെങ്കിൽ നമുക്കും ചെയ്യാമല്ലോ, ഉറപ്പായിട്ടും. ഇങ്ങനെ മറ്റുള്ളവരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ, ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ സാധാരണ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ സിനിമ കാണുന്ന പ്രോസസ്സ് ആലോചിച്ചാൽ മാത്രം മതി, മനസ്സിലാവും. കാരണം നമ്മൾ അങ്ങനെയാണ്. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇൻസ്പയർ ആവാറില്ലേ? ഇപ്പൊ നായകൻ ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളിൽ, ഇപ്പം ഈ പറയും പോലെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റം കൊണ്ടുവരുന്നു, ഇങ്ങനെയെല്ലാം കൊണ്ടുവരുന്നു. കോമഡി രീതിയിലൊക്കെ കാണിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ആസ്വദിക്കുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പൊ എന്തുകൊണ്ട് നമുക്കത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൂടാ? ഉറപ്പായിട്ടും ഇതെല്ലാം കൊണ്ടുവരാൻ സാധിക്കും. അഗെയിൻ ഐ ആം ആസ്കിങ്, ഇറ്റ്സ് യുവർ ലൈഫ്, യുവർ മൂവി, വാട്ട് ഈസ് യുവർ റോൾ? ഇനിയും ആലോചിക്കൂ. ഇനി സപ്പോർട്ടിംഗ് റോളിൽ മുമ്പോട്ട് തുടരണോ, അതോ ലീഡ് ആക്ടർ റോൾ ഏറ്റെടുക്കണോ? ലീഡ് റോൾ ഏറ്റെടുത്തു ലീഡിങ് ആക്ടറായിട്ട് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകണോ എന്നുള്ളത്
ആലോചിക്കേണ്ടിയിരിക്കുന്നു. The camera is still rolling, but the decision is yours. Thank you. ഇതുവരെ എന്നെ കേട്ടിരുന്ന അവസരം തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു അബ്രാം സർ. ഇതിലേക്ക് ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ഓൺ അതെ, ചെയ്യാം. ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ആഡ് ഓൺ ചെയ്യാനോ അല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ കൂടുതലായിട്ട്. ആഡ് ഓൺ ചെയ്യലല്ല, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ജീവിതത്തിൽ റിഹേഴ്സൽ ഇല്ല എന്ന് പറയും. അതുപോലെ തന്നെ സിനിമയിൽ റിഹേഴ്സൽ ഉണ്ട്. അതുപോലെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു അൺനോൺ ശക്തി എഴുതിയ സ്ക്രിപ്റ്റിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ലൈഫ് പോകുന്നത്. മറ്റേ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എഴുതി കുത്തി കുറിച്ച് വെട്ടിയും കുത്തിയും തിരിച്ചും എഴുതി അറിഞ്ഞുണ്ടാക്കുന്ന സ്ക്രിപ്റ്റ് ആവാം. ഇത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു അൺനോൺ സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു, നമ്മൾ ആക്ട് ചെയ്ത് പോകുന്നു. അവിടെ ആക്ടിങ്ങിലും ആ റോള് തിരഞ്ഞെടുക്കുന്നത് നമ്മളല്ല എങ്കിൽ പോലും സാർ പറഞ്ഞത് കറക്റ്റാണ്. ആക്ടിങ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ മുന്നോട്ട് പോകണം, നമ്മുടെ റോള് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് റോള് തീരുമാനിക്കുന്നത് അൺനോൺ ആണ്. പക്ഷെ ആ റോൾ എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. എങ്ങനെ ഹൗ ടു പെർഫോം അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ യഥാർത്ഥത്തിൽ. അതെ, അതാണ് ലീഡ് ആക്ടർ ഓർ സപ്പോർട്ടിംഗ് ആക്ടർ, ഏത് റോൾ പെർഫോം ചെയ്യണം എന്നുള്ളത്. ഏത് റോൾ എന്നുള്ളതല്ല എന്റെ മനസ്സിലെ എന്റെ ചിന്ത എന്താ വെച്ചാല്, ഏത് റോൾ എന്നുള്ളതല്ല, നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന റോള് ഹൗ ടു പെർഫോം, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കറക്റ്റാണ് മാഡം, കറക്റ്റാണ്. അല്ലേ മാഡം? ശൈല മാം പറഞ്ഞ പോലെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലീഡ് ആവാം. പെർഫോമൻസിന്റെ രീതിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതെ അതെ, എങ്ങനെ അഭിനയിക്കാനുള്ള സ്ക്രിപ്റ്റ് നമുക്ക് തരും, പക്ഷെ അഭിനയം എങ്ങനെ ഫലിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണുള്ളത്. എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിൽ തങ്ങിയേക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കുറച്ചും കൂടി കോഷ്യസ് ആവേണ്ട ഒരു കാര്യമാണ് സേയിങ് നോ. അല്ലെ, നോ പറയേണ്ട കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആവേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു ദ ലൈൻ. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പീപ്പിൾ പ്ലീസിങ് ആയിട്ടും, അല്ലെ സാർ പറഞ്ഞ മാതിരി സൊസൈറ്റീനെ ആലോചിച്ചിട്ടും, അല്ലെങ്കിൽ നമ്മളെ അവരെങ്ങനെ കണക്കാക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോവാറാണ് പതിവ്. അതിപ്പോ നമ്മുടെ വീട്ടിലായിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും വി ഡു ദാറ്റ്, എവിടെയും. പക്ഷെ അവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഐഡന്റിറ്റീനെ തന്നെയാണ് നമ്മൾ ഇല്ലാണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. ആൻഡ് ലേറ്റർ ദർ കംസ് എ പാർട്ട് ഓഫ് ലൈഫ് വെർ വി ഫീൽ പല സ്ഥലത്തും നോ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. അപ്പൊ ഇഫ് ആക്ച്വലി യു ഡോണ്ട് വോണ്ട് ടു ഡു ഇറ്റ്, എപ്പോഴും മേ ബി ലൈഫ് എന്ന് പറയുന്നതിൽ സംടൈംസ് വൺസ് ഇൻ എ വൈലൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ, ബീയിങ് എ സോഷ്യൽ ആനിമൽ, നമ്മളെല്ലാവരുമായിട്ട് ജീവിച്ചു പോകാൻ വേണ്ടിയൊക്കെ വേണ്ടി വരും. പക്ഷെ ബട്ട് സ്റ്റിൽ നമ്മൾ പലപ്പോഴും രണ്ടു വട്ടം ചിന്തിച്ച് നോ പറയേണ്ട സ്ഥലത്ത് മടി കൂടാതെ തന്നെ നോ പറഞ്ഞു പോവുകയാണെങ്കിൽ ലൈഫ് വുഡ് ബി ഈസിയർ എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. അത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ നോ പറയാൻ പറ്റാത്തത്. എന്റെ ലൈഫിലും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ പിന്നീടാണ് പതുക്കെ നോ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ ആദ്യം അവർക്കത് നിരസമായിട്ട് തോന്നും. നമ്മൾ ആദ്യം നോ പറയുമ്പോൾ അവർ ചിലപ്പോൾ നമുക്കൊരു ദേഷ്യമൊക്കെ തോന്നും. പക്ഷെ പിന്നീട് അവർ തന്നെ എന്റെ അടുത്ത് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്, നീ എന്ന് നോ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു, പക്ഷെ അപ്പൊ എനിക്ക് നല്ല ഭംഗിയായി, നീ ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. അത് അവർക്ക് തന്നെ മനസ്സിലാവും എന്നുള്ളതാണ്. അതായത് നമ്മൾ നോ പറയുമ്പോൾ ആദ്യം ദേഷ്യം വരും, പക്ഷെ അവർ സ്വയം ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതൊക്കെ അവർക്ക് സ്വയം ചെയ്യേണ്ടിയുള്ള കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മളവിടെ ചിന്തിക്കാൻ. ഞാനിപ്പോ അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പൊ നോ പറഞ്ഞാലും അയാൾ വേറെ വഴി നോക്കും. അപ്പൊ നമ്മളെക്കാളും നല്ല രീതിയിൽ അയാൾ ചെയ്യും ചിലപ്പോ. അത് നമുക്ക് നമ്മുടെ എനർജിയും അല്ല സർ, നമ്മൾ ചിലപ്പോ ഇഷ്ടമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മുടെ എനർജിയും ടൈമും എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മുടെ കാര്യങ്ങൾ പോലും വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം കൂടെ കേട്ട ഒരു അനുഭവമാണ്. എന്തെന്ന് വെച്ചാല്, ഞാൻ എവിടെ കേട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തെന്ന് വെച്ചാ ഒരാള് ഫോട്ടോ എടുക്കുമായിരുന്നു നന്നായിട്ട്. അപ്പം ഫോട്ടോ എടുക്കുമ്പോൾ രണ്ടുപേര് ഫോട്ടോ എടുക്കും. അപ്പൊ ഒരാൾ ഫോട്ടോ എടുത്തിട്ട് കൂടെയുള്ളവരുടെ നല്ല ഫോട്ടോസ് എടുത്തു. എന്നിട്ട് കൂടെയുള്ളവരെല്ലാം ചോദിക്കുമ്പോൾ
ഒരു ദിവസം നല്ല ഫോട്ടോസ് എടുത്തിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് തരാം, എനിക്ക് 50 രൂപ ഒരു കോപ്പിക്ക് വെച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, അയ്യേ എന്തൊരു മോശമാണ് ഇവൻ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ ഫോട്ടോ തരുന്നതിന് 50 രൂപയെ. അപ്പൊ പിന്നെ അവസാനം പിന്നെ ഇയാള് കുഴപ്പമില്ല എന്തായാലും കൊടുക്കാന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർ 50 രൂപ കൊടുത്ത് ഇയാളുടെ ഫോട്ടോസ് വാങ്ങി. ആദ്യം ആൾക്കാർക്ക് എല്ലാവർക്കും ദേഷ്യം തോന്നി ഇയാളോട്. എന്താ വെച്ചാ പൈസ തരത്തില്ല എന്ന് പറഞ്ഞവര് ഫോട്ടോ കൊടുത്തില്ല. ആദ്യം എല്ലാവർക്കും ദേഷ്യം തോന്നി, കൂട്ടുകാരനായിട്ട് ഫോട്ടോ എടുത്തിട്ട് തന്നില്ലല്ലോ. പക്ഷേ അടുത്ത പ്രാവശ്യം ആയപ്പം ആ ഒരു ദേഷ്യം കുറച്ചുകൂടെ കുറഞ്ഞു. പിന്നെ അടുത്ത പ്രാവശ്യം ആയപ്പോ കുറച്ചുകൂടെ കുറഞ്ഞു. ആക്ച്വലി ആ പുള്ളിക്കാരന് ഇതില് വീണ്ടും 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 വലുതായി. ഭയങ്കര ഒരു സ്റ്റുഡിയോ ആയി, ഫോട്ടോ ആയി, ഇയാളെ ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇയാളുടെ കരിയർ തന്നെ അതായി, ലൈഫ് അങ്ങ് മാറി. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ആള് നോ പറഞ്ഞില്ല. അയാൾ ചോദിച്ചപ്പോ അങ്ങ് കൊടുത്തു ഫോട്ടോ. അയാൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് അവനവന്റെ ആ ഒരു കാര്യം സ്ട്രെസ്ഫുൾ കൃത്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ വിജയത്തിന്റെ ഒരു വലിയ കടമ്പ എന്ന് പറയുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് വിജയിക്കാൻ പറ്റും. തീർച്ചയായും തീർച്ചയായും. നമ്മുടെ ഇൻസ്റ്റയിലെ രേഖ പീറ്ററിന്റെ വീഡിയോ ആയിരുന്നു മാം അത്. ഞാൻ യെസ്, എവിടെയോ ഞാനൊന്ന് കേട്ടതാണ്. ആരാണെന്ന് നമുക്ക് മറന്നു. രേഖ പീറ്ററിന്റെ വീഡിയോ ആയിരുന്നു. അതെ, എവിടെയോ കേട്ടതാണ്. അതങ്ങനെ തന്നെയാണ് മാം പറഞ്ഞത് പോലെ തന്നെയായിരുന്നു ആ കഥ. അയാള് നോ പറഞ്ഞെങ്കിലും അയാളുടെ കയ്യിലുള്ള നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടി കാശ് കൊടുക്കാൻ അവർ തയ്യാറായി. പക്ഷെ മാം പറഞ്ഞ മാതിരി മറ്റേയാള് ഇപ്പോഴും കാശ് മേടിക്കാതെ അതേ ഫ്രീ സർവീസ് നടത്തോണ്ടിരിക്കുക. അതെ, അവർ രണ്ടുപേരും പെർഫോം ചെയ്ത ലെവലാണ്. അത് അർച്ചന മാഡം പറഞ്ഞതുപോലെ അവർക്ക് രണ്ടുപേർക്കും ഒരേ റോളായിരുന്നു ലൈഫിൽ. പക്ഷെ ഒരാൾ പെർഫോം ചെയ്ത രീതി ഒരു തരത്തില്, മറ്റേയാൾ പെർഫോം ചെയ്തത് വേറൊരു തരത്തില്. അപ്പൊ ആ പെർഫോമൻസ് അനുസരിച്ചാണ് അവരുടെ ജീവിതം തന്നെ മാറിയത്. അതിൽ തന്നെ അവർ പറയണ്ട, ആദ്യത്തെ ആ ഒരു നോ മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ആ നോ പറഞ്ഞ് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ള ഒരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം അതൊരു നോർമലായി മാറി. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഐ തിങ്ക് ആർക്കും ആഡ് ഓൺ ചെയ്യാനോ സംസാരിക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ടോപ്പിക്ക് കേട്ടവരെല്ലാവരും ഒരു പുനർചിന്തനം ഉറപ്പായിട്ട് നടത്തും, അല്ലെ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എന്താണ് റോൾ എന്ന്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാനും സാർ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ആലോചിക്കുകയായിരുന്നു, നമ്മളില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്കൊക്കെ മനസ്സിലായി, പലപ്പോഴും പല കാര്യങ്ങളും നമ്മളില്ലെങ്കിലും നടന്നു പോകും. നമ്മൾ അനാവശ്യമായിട്ടാണ് അതിലൊക്കെ സ്ട്രെസ്ഡ് ആയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ലൈഫും നമ്മുടെ ആ ഒരു സ്റ്റോറിക്ക് കളേഴ്സ് കൊടുക്കാണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ലൈഫിലേക്ക് സത്യം നമ്മൾ ഇടിച്ചു കയറി ചെയ്യാണ്. കറക്റ്റാണ് വാത്സല്യത്തിലെ ആ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞത് വളരെ കറക്റ്റാണ് സാർ. കാരണം വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി അവരുടെ ജീവിതം നന്നാക്കുകയാണെന്നുള്ള പേരിൽ ആക്ച്വലി നമ്മൾ അവരെയും ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്, നമ്മുടെ ലൈഫിനെയും ബുദ്ധിമുട്ടിലാക്കുക. അത് ഈ വാത്സല്യം സിനിമ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് കാണുമ്പോൾ. ലാസ്റ്റ് തിരിച്ചറിവ് എത്ര നേരത്തെ ആവുന്നോ അത്രയും നല്ലത്. അതാണ് ഇതിലൂടെ വേണ്ടത്. അതാണ് ഈ ലീഡ് ആക്ടർ അല്ലെങ്കിൽ ലീഡിങ് റോളിലൂടെ നമ്മൾ നടത്തേണ്ടത്. നമ്മൾ നമ്മുടെ കാര്യം എന്താണെന്നുള്ളത് ആദ്യം നമ്മളെ സന്തോഷിപ്പിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കുക. ആ ഒരു ആറ്റിറ്റ്യൂഡിലായി നമുക്ക് തന്നെ നമ്മുടെ ഒന്നുമല്ല, നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് നമ്മുടെ ലൈഫിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഒരു നല്ല എക്സസൈസ് ആയിരിക്കും, അല്ലേ? ഡെഫിനറ്റ്ലി. കുറെ സ്ഥലത്ത് തിരുത്തി എഴുതേണ്ട കുറെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഐ തിങ്ക് വി വിൽ വൈൻഡ് അപ്പ്. എന്താ ശൈലമ്മ പറഞ്ഞോളൂ, എന്താ ആഡ് ഓൺ ചെയ്യുന്നത്? അല്ല, അത് കറക്റ്റ് ആണ്. എവിടെയൊക്കെ നമുക്കിപ്പോ തന്നെ ഓർക്കുമ്പോ ചില സംഭവങ്ങൾ ചിരി വരും. നല്ല എക്സസൈസ് ചെയ്യുന്നു. എഴുതി പോകുമ്പോ ശരിക്കും നമ്മുടെ പാസ്റ്റ് എഴുതി പോകുമ്പോ നമ്മൾ പറയും, നമുക്ക് ഇമോഷൻസ് എല്ലാ രീതിയിലും ഉള്ളത് ഉണ്ടാവും ഇത്രേ. അതായത് നമുക്ക് പല സ്ഥലത്ത് നമുക്ക് ചിരി വരും കാണിച്ച മണ്ടത്തരങ്ങളെ ആലോചിച്ചിട്ട്. ചില സമയത്തൊക്കെ നമുക്ക് ദേഷ്യം വരും നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട്. അതേപോലെ നമുക്ക് ചില സമയത്ത് നമ്മൾ കരഞ്ഞു പോകും, കാരണം ദോസ് ഡിസിഷൻസ് വെയർ എൻറ്റയർലി റോങ് എന്ന് തോന്നിപ്പോകുന്ന അവസരങ്ങൾ ഉണ്ടാവും. സോ ശരിക്കും ശൈലമ്മ പറഞ്ഞ പോലെ വെൻ യു ട്രൈ ടു റീറൈറ്റ് യുവർ ലൈഫ് സ്റ്റോറി, ശരിക്കും നമ്മൾ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്നുള്ളതാണ്.
അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഒരു മനോഹരമായ ഒരു വിഷയം ചിന്തിക്കാൻ ഞങ്ങളിലേക്ക് ഇട്ട് തന്ന അഭിരാം സാറിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നല്ലൊരു ഇൻട്രോ തന്ന വെൽക്കം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഇൻട്രോ തന്ന ലോയിസ് മാമിനും ഒരുപാട് നന്ദി. അതേപോലെ ഇത്ര നേരം ഇവിടെ കേട്ടിരുന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമ്മൾ മറ്റൊരു ട്രെയിനറുമായി ഇതുപോലെ തന്നെ നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിന്റെ സെഷനിൽ സാറ്റർഡേ വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. അപ്പൊ അതുപോലെ അന്നും ഇതുപോലെ തന്നെ ഒരു പാർട്ടിസിപ്പേഷൻ ഒക്കെ ഉണ്ടാവണം. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.